മുഖേന കാളീ ജഗൃഹേ രക്തബീജസ്യ ശോണിതം തതോസാവാ ജഘാനാഥ തതഃ അസൗ ആജഘാൻ അഥ. അതാണ് തതോസാവാജഘാനാഥ എന്ന് പറഞ്ഞാൽ തതഃ അസൗ ആജഘാന അഥ. അപ്പോൾ അവൻ ഗതയാ തത്ര ചണ്ഡിക, ഗത കൊണ്ട് ആ ചണ്ഡികയെ ആജഘാന അടിച്ചു, പ്രഹരിച്ചു എന്നർത്ഥം. മുഖേന കാളീ ജഗൃഹേ രക്തബീജസ്യ ശോണിതം തതോസാവാജഘാനാഥ ഗതയാ തത്ര ചണ്ഡികാം. ആ ചണ്ഡികാദേവിയെ തൻ്റെ ഗത കൊണ്ട് ആ അസുരൻ അടിച്ചു എന്നർത്ഥം. ന ചാസ്യാവേദനാം ചക്രേ ഗതാപാദോ അൽപ്പികാമപി. ന ച അസ്യ അവൾക്ക്, ന വേദനാം ചക്രേ ഒട്ടും വേദനയുണ്ടായില്ല, ഗതാപാദോ അൽപ്പികാം അപി ആ ഗത കൊണ്ടടിച്ചപ്പോൾ ഒട്ടും തന്നെ വേദന തോന്നിയില്ല ദേവിക്ക്. തസ്യാഹതസ്യ ദേഹാത്തു ബഹുശുശ്രാവശോണിതം. അപ്പം അവനെ ദേവി എന്നിട്ട് എന്ത് ചെയ്തു? അവൻ്റെ ദേവി തൻ്റെ ഗത കൊണ്ട് അടിച്ചു. അപ്പോഴോ ബഹുശുശ്രാവശോണിതം, അവൻ്റെ ശരീരത്തിൽ നിന്ന് എന്തുപറ്റി? ചോര പൊടിയാൻ തുടങ്ങി. ശൂലം കൊണ്ട് അടിച്ച്, ശൂലം വജ്രമൊക്കെ ഉപയോഗിച്ച് അടിച്ചപ്പോൾ ദേവിയെ അടിച്ചു. ദേവിക്ക് ഒട്ടും വേദന തോന്നിയില്ല. അവൻ്റെ ദേഹത്ത് നിന്ന്, അവനെ ദേവി അടിച്ചപ്പോൾ അവൻ്റെ ശരീരത്തിൽ നിന്ന് ധാരാളം രക്തം പ്രവഹിച്ചു. യതസ്തതസ്തദ്വക്ത്രേണ യതഃ തതഃ തത് വക്ത്രേണ. യതഃ അനന്തരം എപ്പോഴാണോ തതഃ അവിടെ തദ്വക്ത്രേണ അങ്ങനെ വായും പൊളിച്ച് നിൽക്കുന്ന ആ ചാമുണ്ടാദേവി സംപ്രീതിയോടുകൂടി മുഖത്തിലേക്ക്, തൻ്റെ വായിലേക്ക് ആ ശോണിത, ആ ചോര മുഴുവൻ, ആ രക്തം മുഴുവൻ സമുൽഗത യേസ്യ, ആ ഏതൊരുവൻ്റെ രക്തമാണോ ഒഴുകിയത് ആ രക്തം മുഴുവനും, ആ മഹാസുരൻ്റെ രക്തത്തെ മുഴുവനും ആ ദേവി, ആ ഭദ്രകാളി കുടിച്ചു തീർത്തു. രക്തപാതാൻ മഹാസുരൻ്റെ വീണ രക്തം മുഴുവനും ആ ചാമുണ്ടാദേവി സംപ്രതീച്ഛതി കുടിച്ചു തീർത്തു സന്തോഷത്തോടെ. താൻ ചഖാദാഥ ചാമുണ്ട, ആ ചാമുണ്ടാദേവി അവനെ ആ കുറച്ച് ഇങ്ങനെ കുടിച്ചപ്പം മുഖത്തൊക്കെ ഒന്ന് കുറച്ച് തുള്ളികൾ വീണ് കാണും. അപ്പോൾ അവിടെയൊക്കെ ഓരോ രക്തബീജന്മാരുണ്ടായി. അവരെയൊക്കെ ദേവി ഭക്ഷിക്കുകയും ചെയ്തു. താൻ ചഖാദാഥ, ചഖാദ എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുക, ഖാദ കഴിക്കുക എന്നർത്ഥം. അപ്പോൾ അങ്ങനെയുള്ളവരെയെല്ലാം ആ ദേവി പപൗ തസ്യ ശോണി, അവനുണ്ടായ രക്തം മുഴുവനും കുടിച്ചു തീർക്കുകയും പിന്നെ ഒന്നോ രണ്ടോ പിന്നെ ഉണ്ടായ രക്തബീജന്മാരെ ഭക്ഷിക്കുകയും ചെയ്തു. എന്നിട്ടോ ദേവി ശൂലേന വജ്രേണ ബാണൈരസിഭിരിഷ്ടിഭിः ജഖാന രക്തബീജം തം ചാമുണ്ടാപീതശോണിതം. ആ ശൂലം കൊണ്ടും വജ്രം കൊണ്ടും ബാണങ്ങൾ കൊണ്ടും, ബാണം അമ്പാണ്, അസി എന്ന് പറയുന്ന വാളാണ്, റിഷ്ടി എന്ന് പറയുന്ന ഒരു ഈട്ടി എന്ന് പറയുന്ന ഒരു ആയുധമാണ്. അപ്പം ഇതൊക്കെ കൊണ്ട് രക്തബീജനെ, രക്തബീജം, ആ രക്തബീജനെ ജഖാന പ്രഹരിച്ചു. ചാമുണ്ടാ പീതശോണിതം, ആ രക്തം മുഴുവനും, വീണ രക്തം മുഴുവനും ചാമുണ്ടാദേവി ഭക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ ആ രക്തം മുഴുവനും ഭദ്രകാളി കുടിച്ചും തീർത്തു ചാമുണ്ടാദേവി. അപ്പോൾ കാളിയാൽ കുടിക്കപ്പെട്ട രക്തബീജനെ ഓരോരുത്തരും ഇനി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രക്തബീജന്മാരെ എല്ലാം ഇങ്ങനെ പ്രഹരിച്ചു കൊണ്ടിരുന്നു, എല്ലാ ആയുധങ്ങൾ കൊണ്ടും. സ പപാത മഹീപൃഷ്ടേ ഭൂമിയുടെ പുറത്ത് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ സ പപാത അവൻ വീണു. ശസ്ത്രസംഘ സമാഗത, ഈ എല്ലാ ആയുധങ്ങളും കൂടി ഒന്നിച്ചു വന്നപ്പോൾ അവൻ ഭൂമിയിൽ വീണുപോയി. നീരക്തശ്ച മഹീബല, അല്ലയോ രാജാവേ,
മഹീപാല എന്നിവിടെ പറഞ്ഞത്. അല്ലയോ രാജാവേ, സുരഥ രാജാവേ, സുമേധസ് മഹർഷി സംബോധന ചെയ്തതാണ്. നീരക്തശ്ച, രക്തമില്ലാത്തവനായി തീർന്നു. നീരക്തം എന്ന് പറഞ്ഞാൽ രക്തം ചോർന്നവൻ, രക്തമില്ലാത്തവനായി തീർന്നു. ആ മഹാസുരനായ രക്തബീജൻ. ആ മഹാസുരനായ രക്തബീജൻ്റെ രക്തമെല്ലാം തീർന്നുപോയി, അല്ലയോ രാജാവേ എന്ന്. സപപാദമഹീ പൃഷ്ഠേ ശസ്ത്രസംഘ സമാഹതഃ നീരക്തശ്ച മഹീപാല രക്തബീജോ മഹാസുരഃ തതഃ തേ ഹർഷമതുലം തതസ്തേ. അപ്പോൾ അവർ, ആര്? ഹർഷം അതുലം, തുല്യമില്ലാത്ത ഹർഷത്തോടുകൂടി, അത്യധികമായ സന്തോഷത്തോടുകൂടി അവാബുഹോ ത്രിദശാ നൃപ, അല്ലയോ ആ ത്രിദശന്മാരും മഹർഷിമാരും മാതൃഗണസ്തസ്മിൻ, ആ മാതൃഗണക്കളും നൃത്തമാടി സന്തോഷം കൊണ്ട്. മതം ഉദ്ധൂതമായതിനാൽ നൃത്തം ചെയ്തു എന്നർത്ഥം. ഓം ഇതി ശ്രീ മാർക്കണ്ഡേയ പുരാണേ സാവർണികേ മന്വന്തരേ. ശ്രീ മാർക്കണ്ഡേയ പുരാണത്തിൽ സാവർണിക മന്വന്തരത്തിൽ ദേവീ മാഹാത്മ്യത്തിൽ രക്തബീജവധം എന്ന അഷ്ടമോധ്യായം ഇവിടെ അവസാനിച്ചു. ഇനി ഒന്നും കൂടെ വായിച്ചിട്ടല്ല അർത്ഥം ഒന്നുകൂടെ പറയാം.